ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ പപ്പിമോൾ വീട് വിട്ടു പോവുകയാണ്. പപ്പിമോൾ കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ സ്വയം പറയുന്നുണ്ട്, രാത്രിയാണല്ലോ, എനിക്ക് പേടിയാകുന്നുണ്ടല്ലോ, എവിടെയാണ് സത്യയുടെ വീടെന്ന് ഒരു പിടിയുമില്ലല്ലോ എന്നൊക്കെ ഓർക്കുന്നു. ശേഷം കാണിക്കുന്നത് വിഷ്ണു സത്യാമ്മയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. സത്യാമ്മയോട് പറയുന്നുണ്ട് പപ്പിമോളെ കാണുന്നില്ല എന്ന്. സത്യാമ്മ ചോദിക്കുന്നുണ്ട്, വീട് ഫുള്ള് നോക്കിയോ, അവിടെ എവിടെയെങ്കിലും കാണുമെന്നൊക്കെ പറയുന്നു. വിഷ്ണു പറയുന്നുണ്ട് എല്ലായിടവും നോക്കി എങ്ങുമില്ലെന്നൊക്കെ. എല്ലാവരും ഒരുപാട് ടെൻഷനിലാകുന്നു. വിഷ്ണു ആണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, പപ്പിമോൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു, സുസ്മിത അങ്ങനെ വന്നു പറഞ്ഞത് അവൾക്ക് സങ്കടമായെന്നാണ് തോന്നുന്നത്, അതായിരിക്കും അവൾ വീട് വിട്ടു പോയതെന്നൊക്കെ പറയുന്നു. സത്യാമ്മ പറയുന്നുണ്ട്, പെട്ടെന്ന് തന്നെ നമുക്ക് പോയി നോക്കാം, വിഷ്ണുവിന്റെ വണ്ടിയിൽ ഞാനും രോഹിത്തും കൂടെ വേറെ വണ്ടിയിൽ പോകാമെന്നൊക്കെ പറയുന്നു. രണ്ടു കൂട്ടരും അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങുകയാണ്. പപ്പിമോളെ എല്ലായിടവും തേടുകയാണ്. അതേ സമയത്ത് ശാലിനി ഭയങ്കര സങ്കടത്തിൽ ഉറങ്ങാതിരിക്കുകയാണ്. ആ സമയത്ത് ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഉറങ്ങാത്തത് എന്താ? ശാലിനി അപ്പോൾ പറയുന്നുണ്ട്, എനിക്കെന്തോ മനസ്സിലെന്തോ സങ്കടം പോലെ തോന്നുന്നുണ്ട്, ആർക്കോ എന്തോ ആപത്ത് പറ്റാൻ പോകുന്നത് പോലെ തോന്നുന്നെന്നൊക്കെ പറയുന്നു. ശാരദാമ്മ എപ്പോൾ പറയുന്നുണ്ട്, ഒന്നുമില്ല, ശ്യാമയോട് സംസാരിച്ചത് കൊണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നതായിരിക്കുമെന്ന്. അങ്ങനെ പറഞ്ഞു തീരുമ്പോഴേക്കും ശ്യാമയുടെ കോൾ വരുന്നു. ശ്യാമ പറയുന്നുണ്ട്, നമ്മൾ സംസാരിച്ചത് എന്തോ പപ്പിമോൾ കേട്ടെന്നാണ് തോന്നുന്നത്, പപ്പി ഈ വീട്ടിൽ നിന്നും എവിടേക്കോ പോയി, ഇവിടെ ഇല്ലെന്ന് പറയുന്നു. ശാലിനി അപ്പോൾ ശ്യാമയെ ആശ്വസിപ്പിക്കുകയാണ്, ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഞാൻ ഉറപ്പായിട്ടും അവളെ കണ്ടെത്തിയിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. ശാലിനി ശാരദാമ്മയോടും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ശാരദാമ്മ സങ്കടത്തോട് പറയുന്നുണ്ട്, ഇനി എന്താണ് ചെയ്യുക എന്നൊക്കെ. ശാലിനി അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ ഞാൻ തന്നെ രക്ഷിച്ചുകൊണ്ട് വരുമെന്ന്. ആ സമയത്ത് സത്യമോൾ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരെ രക്ഷിക്കുന്ന കാര്യമാണ് അമ്മ പറഞ്ഞതെന്ന്. സത്യ പറയുന്നുണ്ട്, അമ്മ സംസാരിച്ചതെല്ലാം ഞാൻ കേട്ടു, പപ്പിമോൾ അമ്മയുടെ മകളാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ശാലിനി അപ്പോൾ ഞെട്ടിപ്പോകുന്നുണ്ട്. സത്യ പറയുന്നുണ്ട്, അമ്മ ഇനി എന്നോടൊന്നും മറയ്ക്കണ്ട, എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞോളാം എന്നൊക്കെ പറയുന്നു. ശാലിനി അപ്പോൾ പറയുന്നുണ്ട്, അതൊക്കെ പിന്നീട് പറയാമെന്നൊക്കെ, ഇപ്പൊ പപ്പിമോളെ പോയി കണ്ടുപിടിക്കട്ടെ എന്നൊക്കെ പറയുന്നു. സത്യ അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ അമ്മയ്ക്കും മോളെ പോലെയല്ലേ, ആ വീട്ടിൽ ചെന്നപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, പപ്പിയുടെ അമ്മയ്ക്കും ഞാൻ മോളാണെന്നാണ് പറഞ്ഞത്, അതുകൊണ്ടല്ലേ അമ്മ അന്വേഷിക്കുന്നതെന്നൊക്കെ പറയുന്നു. അതുകൊണ്ടല്ലേ മോളാണെന്നും പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നു. ആണെന്നൊക്കെ ശാലിനി പറയാണ്. ശാലിനി ശാരദാമ്മയോട് പറയുന്നുണ്ട്, സത്യയ്ക്ക് സംശയമൊന്നുമില്ല, എന്തായാലും ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശാലിനി പോകുന്നു. അതേ സമയത്ത് പപ്പിമോൾ ഇരുട്ടായതുകൊണ്ട് ഒരു സ്ഥലത്ത് പോയിരിക്കുകയാണ്. രോഹിത്തും സത്യാമ്മയും എല്ലായിടത്തും തേടുന്നുണ്ട്. വിഷ്ണു കുറച്ച് റോഡിൽ കിടന്നുറങ്ങുന്നവരെയൊക്കെ പോയി നോക്കുന്നുണ്ട്, അവരെ കൂട്ടത്തിലെങ്ങാനും പപ്പിമോൾ ഉണ്ടോ എന്നൊക്കെ. അവരോട് ചോദിക്കുന്നുണ്ട്, കുട്ടിയെ കണ്ടോന്നൊക്കെ. അവരാരും കണ്ടില്ല എന്നൊക്കെ പറയുന്നു. ശാലിനി ഡ്രൈവറെയും കൂട്ടിയിട്ട് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡിലെല്ലാം തേടിക്കൊണ്ടിരിക്കുകയാണ്. പപ്പിമോൾ ഒറ്റയ്ക്കിരിക്കുന്ന സ്ഥലത്തേക്ക് രണ്ട് ഭിക്ഷാടകരും വരുന്നുണ്ട്. അവരും അവിടെ വന്നിരിക്കുകയാണ്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്